NIAക്ക് കനത്ത തിരിച്ചടി. പോപ്പുലർ ഫ്രണ്ടിന്റെ 10 സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടി റദ്ദാക്കി. നടപടി കൊച്ചി NIA പ്രത്യേക കോടതിയുടേതാണ്. ഇതിൻ്റെ വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, ഈ PFIക്കെതിരെ വലിയ നടപടി കേന്ദ്രം സ്വീകരിച്ചു എന്നൊക്കെ അവകാശവാദം അല്പം മുമ്പ് അമിത്ഷാ നടത്തിയതേ ഉള്ളൂ. ഇതാ NIAക്ക് കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നും വരുന്നു. എന്തൊക്കെയാണ് കോടതിയിലെ വിവരങ്ങൾ? അജിംസാദ്, ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള NIAക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ പ്രത്യേക NIA കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പോപ്പുലർ ഫണ്ടിന്റെ കീഴിലുള്ള ചില സ്വത്തുവകകൾ NIA ജപ്തി ചെയ്തിരുന്നു. അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സമിതി ജപ്തി ചെയ്തിരുന്നു. അത് 2022 മുതൽ ആരംഭിച്ചതാണ് ആ ജപ്തി നടപടികൾ. ഈ ജപ്തി ചെയ്ത വസ്തുക്കളിൽ മലപ്പുറം മഞ്ചേരി കാരാപ്പറമ്പിലെ ഗ്രീൻ വാല്യൂ ഫൗണ്ടേഷന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി അടക്കം ഉണ്ടായിരുന്നു. 10.2 ഏക്കർ ഭൂമി ഉൾപ്പെടെ ആണ് സ്വത്തുക്കൾ ജപ്തി ചെയ്തത്. ഇതിന്മേൽ വലിയ വാദപ്രതിവാദം ചെയ്ത നടപടിക്കെതിരെ ചില സ്വകാര്യ വ്യക്തികളും ട്രസ്റ്റുകളും ആണ് NIA കോടതിയെ സമീപിച്ചത്. അവരുടെ വിശദമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ആ ജപ്തി ചെയ്ത നടപടി റദ്ദാക്കിയിരിക്കുന്നത്. അതിൽ ഗ്രീൻ വാലി ഫൗണ്ടേഷന്റെ 10.2 ഏക്കർ ഭൂമി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് NIA ചൂണ്ടിക്കാട്ടിയിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്വത്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ഇവയെല്ലാം ഈ സ്ഥാപനങ്ങളെല്ലാം പൂട്ടി മുദ്ര വെച്ച് ജപ്തി ചെയ്ത് കണ്ടുകെട്ടുന്ന നടപടി സ്വീകരിച്ചത്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഗ്രീൻ വാലി നിരോധനത്തെ തുടർന്ന് NIAയുടെ നടപടി നേരിട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. PFI നേതാക്കളാണ് ഗ്രീൻ വാലി ഫൗണ്ടേഷന്റെ ട്രസ്റ്റുകളെന്നും അവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് എന്നൊക്കെയാണ് NIA ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധമുള്ളവരല്ല ഈ ഗ്രീൻ വാലി ഫൗണ്ടേഷന്റെ നിയന്ത്രണം എന്നായിരുന്നു ഈ ട്രസ്റ്റികളുടെ വാദം. മാത്രമല്ല, മുൻപുണ്ടായിരുന്ന പലരും ഇപ്പോൾ അതിൽ പ്രവർത്തിക്കുന്നില്ല. 1991 സ്ഥാപിച്ച ഗ്രീൻ വാലിയുടെ ആസ്തികൾ തീവ്രവാദത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല, സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ കാർഷിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മറ്റുമൊക്കെയാണ് എന്നുള്ളതായിരുന്നു ട്രസ്റ്റ് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിൽ വിശദമായ ജപ്തി ചെയ്ത നടപടി റദ്ദാക്കുകയായിരുന്നു. ഒപ്പം കോടതി ഉത്തരവിൽ പറയുന്ന കാര്യം, ഇതിൽ ഏതെങ്കിലും സ്വത്തുക്കൾ തീവ്രവാദമാണ് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ പുറത്തു വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പുതിയ നടപടികൾ ആരംഭിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്നും ഈ ജപ്തി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ NIA കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.